ക്ഷേത്രത്തിൽ അസാധാരണമാം വിധം പ്രതിസന്ധി ഉണ്ടാക്കിയത് പോലീസ് എന്ന് തിരുവമ്പാടി ദേവസ്വം. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. പോലീസിന്റെ അനാവശ്യമായ ഇടപെടൽ കാരണമാണ് ചരിത്ര പ്രസിദ്ധമായ മഠത്തിലെ വരവ് നിർത്തിവെച്ച് ഒരാന പുറത്തെഴുന്നള്ളിച്ച് പന്തലിൽ അവസാനിപ്പിക്കേണ്ടി വന്നതെന്ന് തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് സുന്ദർ മേനോൻ അറിയിച്ചു. പൂരം ആസ്വദിക്കാവുന്ന രീതിയിൽ പൊതുജനങ്ങൾക്ക് റോഡുകൾ തുറന്നു നൽകേണ്ടതാണ്. എന്നാൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും വിധം വഴികൾ പോലീസ് അടച്ചുപൂട്ടി. സ്വരാജ് റൗണ്ടിലേക്കുള്ള എല്ലാ വഴികളും അടച്ച് ആളുകളെ തടഞ്ഞു. തുടർന്നാണ് രാത്രി എഴുന്നള്ളിപ്പ് നിർത്തിവെച്ചത്. വെടിക്കെട്ട് സ്ഥലത്ത് നിന്ന് പൂര കമ്മിറ്റിക്കാരെ മാറ്റണമെന്നായിരുന്നു പോലീസിന്റെ ആവശ്യം. 175 പേർക്ക് മാത്രം പ്രവേശനമെന്നും പോലീസ് നിർദ്ദേശിച്ചു. എന്നാൽ വെടിക്കെട്ട് പണിക്കാരും കമ്മിറ്റിക്കാരുമായി ഏറെ പേർ പൂരപ്പറമ്പിൽ വേണമെന്ന് തിരുവമ്പാടി ആവശ്യപ്പെട്ടു. പ്രതിസന്ധിയെ തുടർന്ന് രാത്രിയിലെ മഠത്തിൽ വരവ് നിർത്തിവെച്ചു. അലങ്കാര പന്തലിലെ വെളിച്ചം ഒഴിവാക്കി പ്രതിഷേധിച്ചു. പോലീസ് നിയന്ത്രണം അംഗീകരിക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സംഘാടകർക്കും ആഘോഷ കമ്മിറ്റിക്കും കളക്ടർ നൽകിയ ഉറപ്പിലാണ് വെടിക്കെട്ട് നടത്തുന്നത്. സുഗമമായി വെടിക്കെട്ട് നടത്താൻ അനുവദിക്കുമെന്ന് കളക്ടർ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് രാവിലെ 7-ന് വെടിക്കെട്ട് നടത്താമെന്ന് തീരുമാനിച്ചിരുന്നത്. അല്ലെങ്കിൽ ഒരാനപ്പുറത്ത് ചടങ്ങ് മാത്രമായി ആഘോഷം നടത്താനായിരുന്നു തീരുമാനിച്ചിരുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി.